പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലക്സംബർഗിലോട്ടുള്ള വെയർഹൗസ് ജോബിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട രീതികളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് ജോബ് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ജോബ്സ് എന്താണ് കറൻ്റ്ലി ലക്സംബർഗിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് പറയുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ ജോബിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 100%, ഇപ്പോൾ ഒരു 100% ജോബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 80% ജോബ്സിനും അവരുടെ ലാംഗ്വേജ് നിർബന്ധമാണ്. അതൊന്നുമില്ലെങ്കിൽ ലക്സംബർഗീസോ അല്ലെങ്കിൽ ജർമ്മനോ അല്ലെങ്കിൽ ഫ്രഞ്ചോ അറിയൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ലക്സംബർഗിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ചില ജോബ്സിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ള ജോബ് ഏതൊക്കെയാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ള ജോബ് ഏതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്രയും ഒരു കാറ്റഗറിയിലുള്ള ജോബൊക്കെ ഒരു അൺസ്കിൽഡ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ജോബാണ്. അപ്പോൾ ഈ ജോബിന് നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അവരെ സിവിക്കകത്ത് വരുന്ന മിസ്റ്റേക്കുകൾ കാരണം അവർക്ക് ജോബ് തന്നെ കിട്ടാനുള്ള ചാൻസ് കുറവാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റെസ്യൂമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പേർട്ടായി ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ റെസ്യൂമേ കവർ ലെറ്റർ വേണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ആ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ട് അസിസ്റ്റൻസ് വേണം. അപ്പോൾ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, അവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതേപോലെ തന്നെ ഏതൊക്കെ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യണം, ഇങ്ങനെ അറിയാത്ത ആളുകളെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള അസിസ്റ്റൻസും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പോർട്ടൽസ് ഉണ്ട്. ആ പോർട്ടൽസിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ അടുത്ത് കുറേ ആളുകൾ പറയും ഞങ്ങൾ കുറേ ആയിട്ട് അപ്ലൈ ചെയ്തു, ഇതുവരെ ജോബ് സെറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ദിവസം 1-2 അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് 2-3. ഇതിനകത്ത് നമുക്ക് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്ക് ജോബിന് കൊടുക്കാൻ വേണ്ടി പ്രോപ്പറായിട്ടൊരു കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യണം. അഥവാ ഇതിന് നമ്മൾ ഒരു ദിവസം 1-2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് നമ്മുടെ പ്രൊഫൈൽ അതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ജോബിന് എസ്പെഷ്യലി ഒരു കവർ ലെറ്റർ തന്നെ നിങ്ങൾ എസ്പെഷ്യലി ഡിഫറൻ്റ് ആയിട്ടുള്ള കവർ ലെറ്റർ യൂസ് ചെയ്യാം. ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ജോബിന് എന്ത് ചെയ്യും, ഒരു കവർ ലെറ്റർ തന്നെ വെച്ചിട്ട് അപ്ലൈ ചെയ്യും. അതേപോലെ പല ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ പല കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ജോബിന് അപ്ലൈ. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ റിജക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂട്ടുകയുള്ളൂ. കാരണം നമുക്ക് ജോബ് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ചോദിക്കും എന്തുകൊണ്ട് ജോബ് കിട്ടുന്നില്ല. കാരണം നമ്മൾ മാത്രമല്ല ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്, പല കൺട്രീസിൽ നിന്നുള്ള ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ CV കാര്യങ്ങളൊക്കെ യുണീക്കായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന പോർട്ടലിൽ കയറിയിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ വർക്ക് വിസ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയണം. അതേപോലെ തന്നെ കൂടുതലായിട്ട് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പെയ്ഡ് കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെയാണ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതേപോലെ തന്നെ കാര്യങ്ങൾക്ക് എസ്പെഷ്യലി നമ്മളൊരു സെഷൻ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് താല്പര്യമുള്ള ആളുകൾക്ക് വിസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പെയ്ഡ് കൺസൾട്ടേഷൻ ത്രൂ അതിൻ്റെ സർവീസ് നിങ്ങൾക്ക് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് നിങ്ങൾക്ക് എസ്പെഷ്യലി കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവർ ത്രൂ എന്ത് ചെയ്യാം, നിങ്ങളുടെ റെസ്യൂമേ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ജോബ് കണ്ടെത്താം. ഒരുപാട് പോർട്ടൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് തന്നെ നമ്മൾ ഒരുപാട് പോർട്ടൽസൊക്കെ നേരത്തെയൊക്കെ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മാക്സിമം ജോലിക്ക് നിങ്ങളിരുന്നിട്ട് അപ്ലൈ ചെയ്യാം. അതിനകത്ത് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റാത്ത ആളുകൾ, നിങ്ങൾക്കൊരു റെസ്യൂമേ പോലും ചെയ്യാൻ പറ്റാത്തവർ, ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്, അങ്ങനത്തെ ആളുകൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും ഒരു ജോബ് കിട്ടുന്നത് വരെയുള്ള സപ്പോർട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടീം അതിനുള്ള ബാക്ക് ടീമുണ്ട്, അവരതിനുള്ള സപ്പോർട്ട് തരും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതിന് താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വാട്സാപ്പിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് കേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു അൺസ്കിൽഡ് ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വല്ല ക്വാളിഫിക്കേഷൻസോ എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഹൈസ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ അൺസ്കിൽഡ് ജോബിന് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്കറിയാം യൂറോപ്പിൽ നമ്മൾ എസ്പെഷ്യലി നോക്കുന്നത് ഒരു എൻട്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ്ലി നമ്മൾ എൻട്രി മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സാലറീസും കാര്യങ്ങളൊക്കെയാണ് നോർമലി ഇനീഷ്യലി നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി തന്നെയാണ് ലക്സംബർഗ്. ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ കൊണ്ടുപോകാം, സെറ്റിൽ ആവാനൊക്കെ പറ്റുന്ന നല്ലൊരു കൺട്രിയാണ്. ഈവൻ ക്ലൈമറ്റൊക്കെ നല്ലൊരു കൺട്രിയാണ്. നോർമലി പറഞ്ഞ പോലെ അവിടുത്തെ ലാംഗ്വേജൊക്കെ വരുന്നത് ജർമ്മനും ഫ്രഞ്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസും അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ നമുക്കൊരു കൺട്രിയിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എസ്പെഷ്യലി അറിയണം, എന്തൊക്കെയാണ് ലീഗൽ ഫോർമാലിറ്റീസ്.
അതേപോലെ നമുക്കറിയാം ഒരു ഗൾഫിലോ അല്ലെങ്കിൽ GCCയിലോ ഒക്കെ കയറി പോകുന്ന പോലെ പെട്ടെന്ന് ഒരു വിസ അടിക്കുക അല്ലെങ്കിൽ കയറി പോകുന്ന ഒരു സിസ്റ്റം അല്ല. നമുക്കൊരു എംപ്ലോയർ അടുത്ത് നിന്ന് ഒരു ജോബ് ഓഫർ കിട്ടി, അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കണം. അതേപോലെ തന്നെ നമ്മുടെ എംബസി പോകേണ്ടി വരും, നമ്മുടെ വിസൻ്റെ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദ്യം കിട്ടേണ്ട സാധനം ജോബ് ഓഫർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ജോലിക്ക് നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നു, ആളുകൾ നിങ്ങൾ ടെൻഷനായിട്ട് 1-2 ജോബ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷനായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടട്ടെ എന്ന് നമ്മൾ ആശ്വസിക്കുന്നു. അതേപോലെ തന്നെ ജോബ് സപ്പോർട്ടും അതേപോലെ CV കവർ ലെറ്ററൊക്കെ ആവശ്യമുള്ള ആളുകൾ തീർച്ചയായും കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ഒന്ന് ചെയ്യുക, അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വിസ റിലേറ്റഡ് ആയിട്ട് ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, അതേപോലെ തന്നെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഷെങ്കൻ വിസയൊക്കെ വേണ്ട ആളുകളുണ്ടോ, അങ്ങനത്തെ ആളുകൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഷെങ്കൻ വിസയൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഷെങ്കൻ വിസ, അതേപോലെ തന്നെ ടിക്കറ്റ്, അപ്പോൾ ഏത് കൺട്രിക്കാണ് നിങ്ങൾക്ക് ടിക്കറ്റ് ആവശ്യമുണ്ടെന്ന് കോൺടാക്ട് ചെയ്യാം. മല്ല റോഡ്സിൻ്റെ പുതിയൊരു സർവീസും കൂടെ നമ്മളതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടിക്കറ്റ്സ് അതേപോലെ തന്നെ ഷെങ്കൻ വിസേൻ്റെ സർവീസ് നമ്മളിപ്പോൾ അഫോർഡബിൾ ആണ്. തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആവശ്യമുള്ള ആളുകൾ. അപ്പോൾ ഇതൊക്കെയാണ് കേസ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. ഗുഡ് ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.